Hello. Question. Alcohol consumption can harm your health and well-being. ചുമ്മാ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഗോൾ അടിച്ചതാണ്. നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ടില്ലേ? കോവിഡ് ടൈമിൽ നമ്മൾ ക്വാറന്റൈനിലിരുന്നപ്പം എന്തായാലും ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ബോട്ടിലായിട്ട് ചെയ്യാത്തവര് ആകെ കുറച്ച് പേരുണ്ടാവുള്ളൂ. ബിക്കോസ് അന്ന് ബോട്ടിൽ ആർട്ടായിരുന്നു ട്രെൻഡിങ്. അങ്ങനെ ഞാനും ഒരുപാട് ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലേയും പിന്നെന്താ ചിരട്ടൊക്കെ വെച്ച് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ട് ചെയ്യാൻ പോണേ, കണ്ടില്ലേ? പക്ഷെ ഇത് കുറച്ച് വെറൈറ്റിയാ. നമ്മളെടുത്ത ബോട്ടിലിന്റെ മുകളിൽ ഒരു ഐസ്ക്രീം ബോൾ എടുത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്പൂൺ ഇങ്ങനെ മുറിച്ച് 2 ചെവി പോലായിട്ടും ഒട്ടിച്ച് വെക്കാം. ഒട്ടിക്കാൻ ഇത്തിരി പാടാണ്, അതുകൊണ്ട് തന്നെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിക്കുമ്പോൾ സിമ്പിളായിട്ട് ഒട്ടും. എന്നിട്ട് പിന്നെ ഞാൻ എന്തിനോ വൈറ്റ് ആയിട്ട് ബേസ് കോട്ട് ചെയ്തു. പിന്നെ എൻ്റെ മൈൻഡ് മാറിയപ്പോൾ ഞാൻ ഫുള്ള് ബ്ലാക്ക് അടിച്ചു. ഇത് ചെയ്യുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു ഏത് കളർ കോമ്പിനേഷൻ വേണമെന്ന്. ഇതേ സെയിം സാധനം ഞാൻ മുന്നൊരു വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കിങ്ങനെ ചാനലൊന്നും ഉണ്ടാവാത്ത കാരണം ഞാൻ എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഏത് കളർ കൊടുക്കണം ആകെ കൺഫ്യൂഷനായിട്ട് ആദ്യം മഞ്ഞ കൊടുത്തപ്പോൾ ഒരു പെർഫെക്ഷൻ ഇല്ല. എന്നാൽ പിന്നെ കുറച്ച് എസ്തെറ്റിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വൈറ്റിൻ്റെ കൂടെ കുറച്ച് ബ്രൗണും മിക്സ് ചെയ്ത് അത് കൊടുത്തു. അയ്യോ, അതിൻ്റെ ഇടയിൽ വാലിൻ്റെ കാര്യം പറയാൻ മറന്നു. ഒരു അലുമിനിയം ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ട് ചുരുട്ടി കൂട്ടി ഒരു വാലുണ്ടാക്കി വെച്ചാൽ മതി. ഇതുവരെ ചെയ്തപ്പോൾ എനിക്കൊരു ഇത്തിരി ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓവർ കോൺഫിഡൻസ് ഒന്നുമല്ല, ശരിയാവുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു ചെറിയൊരു അടപ്പ് വെള്ളയിൽ മുക്കിയിട്ട് അതുകൊണ്ട് കണ്ണും വരച്ചു, പിന്നെ ഒരു മൂക്കും വായും വരച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയാണ് കഥ. നമ്മൾ ചില്ലുംകുപ്പിയിൽ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചില്ലേ, അതൊരിച്ചപ്പം പെയിന്റും കൂടെ ആകെ കൂടെ പോന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചില്ലും കുപ്പിയിൽ പെയിന്റ് അടിച്ചിട്ട് മാസ്കിന്റെ പൊട്ടിച്ചാല് പണി പാളുന്നു. എന്നിട്ട് പിന്നെ എനിക്ക് ആകെ കൂടെ ദേഷ്യം വന്നു. പിന്നെ എന്ത് ചെയ്യാനാ, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാല്ലേ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമേ ഞാൻ ആ വിട്ടുപോയ പെയിന്റൊക്കെ ഒന്ന് ബ്രൗണും ബ്ലാക്കും ഒക്കെ ഒന്ന് അടിച്ച് സെറ്റ് ചെയ്ത്. പിന്നെ പൂച്ചയുടെ കണ്ണിന്റെ ഉള്ളിൽ ഒരു നീലവട്ടവും വരച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത കുത്തു ഇട്ടപ്പോൾ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു കണ്ണുമായിട്ടുണ്ട്. അപ്പൊ പൂച്ച കുറച്ച് എസ്തെറ്റിക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നൂല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഞാൻ ഇതിനു മുന്നും ഇതുപോലെ ഒരു പൂച്ചേനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൂച്ചയാണ് ഈ പൂച്ച, ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരു പൂച്ച. എങ്ങനെയുണ്ട്? ഇതിന് പിസ്തയുടെ ഷെല്ലൊക്കെയാണ് കണ്ണായിട്ട് വെച്ചേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പൂച്ചേനെ ഇഷ്ടപ്പെട്ടെന്നും പറയണേ. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാണാം. ബൈ.